ചെന്നൈ സൂപ്പർ കിങ്സ് വിജയവഴിയിൽ തിരിച്ചെത്തിയെങ്കിലും നായകൻ രുദ്രാജ് ഗെയ്ക്വാദിന്റെ ബാറ്റിംഗ് ഇന്റന്റ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്രയാണ് രുദ്രാജിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. ആധുനിക T20 ക്രിക്കറ്റിലെ മറ്റ് ഓപ്പണർമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രുദ്രാജ് ബഹുദൂരം പിന്നിലാണെന്ന് ചോപ്ര തുറന്നടിച്ചു. ആധുനിക T20 ഓപ്പണർമാരും രുദ്രാജും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. ലോകത്തെ മറ്റ് ഓപ്പണർമാർ 178 സ്ട്രൈക്ക് റേറ്റിൽ 50-ന് മുകളിൽ ശരാശരിയിലും ബാറ്റ് വീശുമ്പോഴാണ് രുദ്രാജ് ഈ IPL വെറും 103 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നത്. 18 പന്തുകൾ നേരിട്ട് വെറും 15 റൺസ് മാത്രം നേടുന്നത്, അല്ലെങ്കിൽ 3 ഓവറിൽ 15 റൺസ് മാത്രം സ്കോർ ചെയ്യുന്നത് ടീമിനോട് ചെയ്യുന്ന അനീതിയാണ്, ആകാശ് ചോപ്ര പറഞ്ഞു. യുവതാരം ആയുഷ് മാത്ര ഗംഭീര ഫോമിലാണെന്നും അതിനാൽ രുദ്രാജിന് പകരം ആയുഷിനെ സഞ്ജുവിനൊപ്പം ഓപ്പണിങ്ങിന് അയക്കണമെന്നും ചോപ്ര നിർദ്ദേശിച്ചു. ഡൽഹിക്കെതിരെയായ മത്സരത്തിൽ സഞ്ജു സാംസൺ കത്തിക്കയറുമ്പോഴും രുദ്രാജ് തുടക്കത്തിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ കൂടുതൽ റൺസ് കണ്ടെത്തേണ്ടത് T20-യിൽ അനിവാര്യമായിരിക്കെ നായകൻ തന്നെ മെല്ലെപ്പോക്ക് നടത്തുന്നത് ടീമിന്റെ ടോട്ടലിനെ ബാധിക്കുന്നുണ്ടെന്ന് ചോപ്രയുടെ വിലയിരുത്തൽ. സഞ്ജുവിന്റെ ആക്രമണ ശൈലിക്കൊപ്പം ചേരാൻ ആയുഷ് മാത്രയെ പോലുള്ള ഒരു യുവതാരമാണ് കൂടുതൽ അനുയോജ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IPL 2026-ൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആദ്യ വിജയം ആഘോഷിക്കുകയാണ്. MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് CSK തകർത്തത്. പരിക്കിൽ നിന്നും മുക്തനായ ഡെവാൾഡ് ബ്രവിസ് ടീമിൽ തിരിച്ചെത്തിയെങ്കിലും താരത്തിന് ബാറ്റ് ചെയ്യേണ്ട ആവശ്യമേ വന്നില്ല. സഞ്ജു സാംസൺ ഒറ്റയ്ക്ക് ബാറ്റിംഗ് നിയന്ത്രിച്ചപ്പോൾ ഡൽഹി ബൗളർമാർ പരിഭ്രാന്തരായി. വിമർശകർക്ക് സഞ്ജു സാംസൺ നൽകിയ മറുപടിയായിരുന്നു ചെപ്പോക്കിലെ ആ ഇന്നിംഗ്സ്. വെറും 58 പന്തിൽ നിന്ന് പുറത്താകാതെ 115 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. 12 ഫോറുകളും 7 സിക്സുകളും അടങ്ങിയ ആ ഇന്നിംഗ്സ് സ്റ്റേഡിയത്തെ മഞ്ഞക്കടലാക്കി മാറ്റി. സഞ്ജുവിന്റെ ഈ മിന്നും പ്രകടനം കാരണം മധ്യനിരയിൽ ബ്രവീസിനെ ബാറ്റിങ്ങിനായി ഇറക്കേണ്ടി വന്നില്ല എന്നത് ചെന്നൈയുടെ ബാറ്റിംഗ് ആധിപത്യം വ്യക്തമാക്കുന്നു. അടുത്ത മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ MS ധോണി കൂടി തിരിച്ചു വരികയാണെങ്കിൽ ചെന്നൈ നിര ഇതിലും ശക്തമാകുമെന്ന് ഉറപ്പാണ്.